18-ാം അധ്യായത്തിലെ ശ്ലോകം 44-ാമത്തേത് വരെ നമ്മൾ എടുത്തു തീർന്നു. ഇനിയും 45-ലേക്കാണ് കടത്തുന്നത് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മദർജീസൻ പ്രഭു 45-ല്ലേ നമുക്ക് എടുക്കാനുള്ളത്? അതെ. നമ്മൾ 44-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത് രാജകീയ ഭരണം അവസാനിച്ചു. അപ്പൊ അതുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും ജനങ്ങളുടെ സമ്പത്തെ കൊള്ളയടിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും രാജ്യത്തെ സ്ഥിരീകരണം സംഭവിക്കുമെന്നും ജനങ്ങൾ വധിക്കപ്പെടുകയും അതുപോലെ പല ദ്രോഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ കണ്ടിരുന്നു. അതൊക്കെ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മൃഗങ്ങൾക്ക് വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടതായി മൃഗങ്ങൾ ഭയവിഹുലരായി മാറുമെന്നും അതുപോലെ സ്ത്രീജനങ്ങൾക്കുണ്ടാകുന്ന അധപ്പതനവും അങ്ങനെ എല്ലാ പാപങ്ങൾക്കും നമ്മൾ ഉത്തരവാദികളായി തീരും എന്നൊക്കെ ആര് പറയുന്നതാണ് ഇത്? ആരുടെ അഭിപ്രായമായി ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളതൊക്കെ? നമ്മൾ ഇതിന് കാരണമായി തീർന്നല്ലോ എന്ന് ശമീക മഹർഷി കരുതുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് തന്റെ പുത്രനെ ഓർത്ത് ഇപ്പൊ എത്രയൊരു പാപിയായ പുത്രനായാൽ പോലും അച്ഛനും അമ്മയ്ക്കും അവനെ ഒരിക്കലും നശിച്ചു കാണണമെന്നില്ല, അല്ലേ? എപ്പോഴും അവനെ ഭഗവാൻ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമാണ് വരിക. ഇവിടെ അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും അറിവുള്ള വ്യക്തിയാണെങ്കിലും എല്ലാ വിധത്തിലും ജ്ഞാനിയാണ്, ആത്മരീതിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിനെയും ഒരു പ്രത്യേകതയോട് കാണാൻ കഴിയില്ല. ആത്മാവിനെ എവിടെയും കാണുന്ന ആളാണ്. എന്നാലും എന്താണ് ഇങ്ങനെ ചെയ്തല്ലോ, ലോകത്തിന്റെ അധപ്പതനത്തിന് ഇത് കാരണമാക്കിയല്ലോ എന്ന ചിന്ത വെച്ചുകൊണ്ട് അറിവില്ലാത്തവനും അവിവേകിയും ആയിട്ടുള്ള എത്രയും വേഗം എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് പ്രതികാരം വീട്ടണം എന്നുള്ള ഒരു ഭാവം അവന്റെ മനസ്സിൽ വന്നു പോയല്ലോ, അതുകൊണ്ടാണല്ലോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള ഒരു സങ്കടം, അതുകൊണ്ട് അത് അവനെ ബാധിക്കുമല്ലോ എന്ന സങ്കടവും അവിടെ ശമീക മഹർഷിക്ക് ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ബ്രാഹ്മണ സമുദായം എന്ന് പറയുന്നത് എത്രമാത്രം അത്യാവശ്യമുള്ളതാണ്. ഒരു സമൂഹത്തിൽ വർണ്ണാശ്രമ സമ്പ്രദായം പോലെ പ്രധാനമായിട്ട് വളരെയധികം ഉള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. അതിനെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് തങ്ങൾ അധപ്പതിച്ചു പോയല്ലോ, ഞാനതിന് കാരണക്കാരനായല്ലോ എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുകയും ഇനിയും ഭഗവാനെ ഈ മകനോട് ക്ഷമിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 45. തദാര്യധർമ്മ പ്രവിലീയതേ നൃണാം വർണ്ണാശ്രമാചാരയുതസ്ത്രയീമയഃ തഥോർത്ഥകാമാഭിനിവേശിതാത്മനാം ശൂനാങ്കവീനാം ഇവ വർണ്ണസങ്കരഃ. തദാര്യധർമ്മ പ്രവിലീയതേ നൃണാം വർണ്ണാശ്രമാചാരയുതസ്ത്രയീമയഃ തഥോർത്ഥകാമാഭിനിവേശിതാത്മനാം ശൂനാങ്കവീനാ ഇവ വർണ്ണസങ്കര. തദാര്യധർമ്മ, ആ സമയത്ത് അപ്പോൾ ആര്യധർമ്മ, ആര്യ എന്ന് വെച്ചാൽ ആര്യ സംസ്കാരമാണ്. പണ്ടുകാലത്തെ ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും കേരളത്തിൽ ഇങ്ങനെ എപ്പോഴും ഒരു സ്ട്രഗിൾ ഉണ്ടാക്കുന്നതാണ്. ആര്യധർമ്മം എന്ന് വെച്ചാൽ പുരോഗമനാത്മകമായ സംസ്കാരം, അവരുടെ പ്രവർത്തികൾ ആര്യധർമ്മ പ്രവിലീയതേ നൃണ. പ്രവിലീയതേ എന്ന് വെച്ചാൽ അതിനെ വേണ്ട വിധത്തിൽ ക്രമാനുകൃതമായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചു. പ്രവിലീയതേ നൃണാം. നൃണാം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? മനുഷ്യരുടെ ഗുണത്തിനായിട്ട്, നൃണാം മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്. വർണ്ണാശ്രമാചാര്യുതസ്ത്രയീമയ. വർണ്ണാശ്രമങ്ങളെ, വർണ്ണവും ആശ്രമവും, വർണ്ണം, ജാതി, ആശ്രമം നമുക്കറിയാവുന്ന. ആശ്രമം ഏതൊക്കെയാണ് ആശ്രമം ഉള്ളത്? 4 ആശ്രമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വർണ്ണാശ്രമ ആചാരയുത സ്ത്രീമയ. ആചാരയുത, ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന ക്രമീകരണങ്ങൾ, വഴക്കങ്ങളാൽ സമൂഹത്തിൽ ആചരിച്ചു പോരുന്ന നിയമങ്ങളെയാണ് ആചാരങ്ങൾ. ത്രയീമയ,
വേദാനുശാസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്രയീമയ, ത്രയീ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട വേദങ്ങൾ 4 ഋഗ്വേദ, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷെ കൂടുതൽ കാര്യങ്ങളും ഈ 3 വേദങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. കാമാഭിനിവേശിതാത്മന തഥാ അർത്ഥ പിറന്ന സാമ്പത്തിക പുരോഗതിക്ക് പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് കാമ അഭിനിവേശം ഉണ്ടായി. എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രിയാസ്വാദനത്തിൽ പൂർണ്ണമായും അവര് ആമഗ്നരായി, അഥവാ കാമത്തിനെ അഭിനിവേശിതരായി തീർന്നു. അങ്ങനെ കാമാഭിനിവേശരായി തീരുകയും ആത്മനാം എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ജനങ്ങളുടെ എന്നുള്ള അർത്ഥത്തിലെ ആത്മനാം ജനങ്ങൾ എന്തായി മാറി? ശ്വാനന്മാരെ പോലെ, കബീനാം കുരങ്ങന്മാരെ പോലെ വർണ്ണസങ്കരത്തിൽപ്പെട്ട് ഒരു എന്താണ് രൂപം കൊള്ളുന്ന ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു ജനതയായിട്ട് മാറുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. ഓരോ കാര്യം വിവർത്തനത്തിൽ പറയുന്നുണ്ട്. ശ്രീല പ്രഭാതിക്കീച്ചേ, ഗുരുദേവ്ക്കീച്ചേ. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, ആ കാലഘട്ടം വന്നപ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതുവരെയും ബ്രാഹ്മണ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വർണ്ണസങ്കരം വന്ന് പെടുന്നു എന്ന് നമ്മളിവിടെ കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദാര്യധർമ്മ പ്രവിലീയതേ നൃണാം വർണ്ണാശ്രമാചാരയുധസ്ത്രയീമയ തതോ അർത്ഥകാമാഭിനിവേശിതാത്മനാം ശൂനാം കവീനാമിവ വർണ്ണസങ്കര. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ ഹരേ കൃഷ്ണ. നൃണാം വർണ്ണാശ്രമാചാരയുധസ്ത്രീമയ തദോർത്ഥ കാമാഭിനിവേശിതാത്മനാം ശൂനാം കപീനാമിവ വർണ്ണസങ്കരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. തദാര്യധർമ്മ പ്രവിലീയതേ നൃണാം വർണ്ണാശ്രമാചാരയുധസ്തൈമയഃ തദോർത്ഥ കാമാഭിനിവേശിതാത്മാനാം ശൂനാം കവീനാമിവ വർണ്ണസങ്കരഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ആൻഡ് പ്രാവർത്തം ബൈ ശ്രീല പ്രഭുവാദി കീ ജയ്, ഗുരുദേവ് കീ ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. ആ കാലഘട്ടത്തിൽ വേദാനുശാസനങ്ങൾക്കും സമൂഹത്തിന്റെ വർണ്ണാശ്രമ വ്യവസ്ഥിതി പ്രകാരമുള്ള പ്രത്യേക ധർമ്മങ്ങൾക്കും യഥാനുക്രമമായ പുരോഗമനോന്നത സംസ്കാരത്തിന്റെ പ്രവർത്തന പദത്തിൽ നിന്നും ക്രമേണ സാമാന്യ ജനങ്ങൾ നിപതിക്കും. അപ്രകാരം അവർ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക പുരോഗതിയിൽ വർദ്ധിതമായി ആകർഷകരാകും. തൽഫലമായി ശ്വാനന്മാർക്കും കുരങ്ങന്മാർക്കും സമാനമായ വർണ്ണസങ്കരങ്ങളുടെ ഒരു അനാവശ്യ ജനത ഉണ്ടാകും. ഇപ്പൊ നോക്കൂ, അറിവുള്ളവരായ മനുഷ്യര് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഭയക്കുന്നു. നമ്മൾ ഇത് എവിടെ കണ്ടു? വേറെ ഒരിടത്തും ഇതേപോലെ നമ്മൾ കണ്ടു. എവിടെയാണ്? സൂതഗോസ്വാമിയും മറ്റ് ഋഷിമാരും അവിടെ കൂടിയിരുന്നപ്പോൾ ഈ കലിയുഗത്തിൽ വരാൻ പോകുന്ന ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അധപ്പതനത്തെ കുറിച്ച് അവര് മനസ്സിലാക്കുകയും ആ അധപ്പതനത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ എന്താണ് മാർഗമെന്ന് അവർ ചിന്തിക്കുകയും അങ്ങനെയാണ് നമുക്ക് ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളായ വേദങ്ങളെ പറഞ്ഞിട്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പൊ അവിടെയും അവർക്ക് നമ്മളോട് കരുണ തോന്നി. ഇവിടെയും ഋഷിമാർക്കും മറ്റും ജനങ്ങളോട് കരുണയാണുള്ളത്. ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളത്. അതും ഇവിടെ തോന്നുന്നത് വേറൊരു കാരണം. അവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. താൻ കാരണം ഇത് സംഭവിച്ചല്ലോ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ തെറ്റ് പറ്റിയാലും നമ്മുടെ മനസ്സിനത് വിഷമം ഉണ്ടാക്കും, അല്ലേ? അപ്പൊ അത് നമ്മുടെ കയ്യിൽ നമ്മൾ മുഖാന്തരം അത് വരരുത്. അതെ, നമ്മളെപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ആശ്രയമായി നിൽക്കാൻ ഒരു അവസരം കിട്ടുക, അല്ലാതെ നമ്മൾ ദ്രോഹിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകരുതേ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇവിടെ ഇപ്പം എന്തെല്ലാം കുഴപ്പങ്ങളാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്,
അപ്പൊ ഇവിടെ ബ്രാഹ്മണർ അധപ്പതിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു സമൂഹം ഇല്ലാതെയായാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ എവിടെ കണ്ടു? എവിടെയാണ് നമ്മൾ ഇത് നേരത്തെ കണ്ടിട്ടുള്ളത്? സമൂഹത്തിലുണ്ടാകുന്ന അധപ്പതനങ്ങൾ വന്നാൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടു. എവിടെയാണ്? അർജുനൻ പറയുന്നത്, അർജുനൻ ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ, ഭഗവത്ഗീത 1-ാം അധ്യായം 15-16 കഴിഞ്ഞപ്പോ തൊട്ടേ ഇത് നമ്മള് കേൾക്കുകയാണ് അല്ലെ. 1-ാം അധ്യായത്തിന്റെ മധ്യം തൊട്ട് 2-ാം അധ്യായത്തിന്റെ മധ്യം വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ്? അധർമാഭിഭവ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീഹ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ധ്യായതേ വർണ്ണസങ്കരം. വർണ്ണസങ്കരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അധർമ്മം കുലത്തിലുണ്ടായാൽ സ്ത്രീകൾ ദുഷിച്ചു പോവും, കുട്ടികളും വേണ്ട വിധത്തിൽ വരികയില്ല, അങ്ങനെ സമൂഹം അധപ്പതിച്ചു പോകും എന്നുള്ളത് അവിടെ നമ്മൾ ഒരുപാട് ശ്ലോകങ്ങളിൽ കണ്ടു കഴിഞ്ഞു. സമൂഹത്തിൽ വരാൻ പോകുന്ന അധപ്പതനത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു തീർച്ചയായും അച്യുത ഭാവവർത്തിതം ആയിട്ടുള്ള ഒരു സമൂഹം വന്നാൽ, നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർത്തിതം ന ശോഭതേ ജ്ഞാനമരം നിരഞ്ജനം പുനഃശശ്വത ഭദ്രമീശ്വരേ തപാർച്ചിതം കർമ്മയദപ്യകാരണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? നൈഷ്കർമ്മ്യം അപ്യച്യുത ഭാവവർത്തിതം. ആ അച്യുതൻ നടുക്ക് വേണം നമ്മളുടെ എല്ലാത്തിനും. അച്യുതൻ ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നൈഷ്കർമ്മ്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ എന്താണ്? ഭഗവത് തത്വങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകാൻ പ്രയാസമാണ്. ഭൗതികമായ അഭിനിവേശം കൂടും. അങ്ങനെ ഇതൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ സ്വതന്ത്രമായി, സമൂഹത്തിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാനെ തന്നെ ചൂഷണം ചെയ്യാൻ ഇന്നത്തെ ജനത മുന്നോട്ട് വന്നു കഴിഞ്ഞു അല്ലെ. അങ്ങനെ ആ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മള് കാണേണ്ടതായിട്ട് വരും. നൈഷ്കർമ്മ്യം അച്യുത ഭാവവർദ്ധിതം അവിടെ ഇല്ലാതെ ഞാൻ ശോഭതേ ജ്ഞാനമല നിരഞ്ജനം. അങ്ങനെയുള്ള സമൂഹത്തിൽ ഒരിക്കലും ജ്ഞാനം എന്ത് ചെയ്യുകയില്ല? വിളങ്ങുകയില്ല, അറിവ് വിളങ്ങുകയില്ല. കാരണം ആരും അറിയാതെ നമുക്ക് മോഷ്ടിക്കണം, അല്ലെങ്കിൽ ആരും അറിയില്ലാതെ അവരെ ചതിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി മനുഷ്യ മനസ്സിലേക്ക് കടന്നുകൂടും. അതാണ് നൈഷ്കർമ്മ്യം അപ്യച്യുത ഭാവവർത്തിതം കുതഃപുനഃശശ്വത ഭദ്രമീശ്വരേ. ഭഗവാനെ അവിടെ എന്താണുള്ളത്? അഭദ്രങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഭദ്രമീശ്വരേ നചാർപ്പിതം കർമ്മയദപ്യകാരണം. അങ്ങനെ ഭഗവാനിലെ വേദനാജനവും കഠോരമായ കർമ്മങ്ങൾ അവിടെ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകേ ഇല്ല. അപ്പൊ അതിന് പകരം ഭഗവത് തത്വങ്ങൾ ഇല്ലാത്ത ആത്മസാക്ഷാത്കാരത്തിലേക്ക് ശ്രമിക്കാൻ കഴിയാത്ത ഒരു സമൂഹം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഭൗതികമായ അഭിനിവേശങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമായിട്ട് അവിടെ വേദനാജനകവും ഒരു കഠോരവുമായ ജീവിതത്തെ മാറ്റി നിർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അച്യുത ഭാവവർജിതത്തിലേക്ക് നമ്മൾ പോകണം. ആ അച്യുതനെ അതിലേക്ക് കൊണ്ടുവരിക. അച്യുതനെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന്റെ മധ്യത്തിൽ അച്യുതൻ ഉണ്ടാകുക. എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി, എല്ലാ കർമ്മങ്ങളും നടത്തിത്തരുന്ന ആളായി നമ്മുടെ മുന്നിൽ ആരുണ്ടാകണം? ഓരോ തെറ്റും നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ നാക്കിൽ നിന്ന് തെറ്റ് വീഴുമ്പോഴും, നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് വരുമ്പോഴും ഓർക്കണം, ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അത് ആ നിൽക്കുന്ന ആളുണ്ട്, ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുകയില്ല. അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് അച്യുതനെ നമ്മുടെ കുടുംബത്തിന്റെ മധ്യസ്ഥനാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ പുരുഷോത്തമ മാസത്തിൽ പുരുഷോത്തമൻ നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഓരോ വീട്ടിലും നമ്മുടെ കൂടെ തന്നെ പുരുഷോത്തമൻ നിൽക്കുന്നതായി കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ വേദാനുശാസനങ്ങൾക്ക് അനുസരിച്ചും സമൂഹത്തിന്റെ വർണ്ണാശ്രമ വ്യവസ്ഥിതിക്ക് അനുസരിച്ചും ഒക്കെ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ തീർച്ചയായും ജനങ്ങൾ നിപതിക്കുമെന്നും, അപ്പൊ ഇന്ദ്രാസ്വാദനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക പുരോഗതിയിൽ നമ്മൾ ആകർഷിതരായി തീരുമെന്നും, അങ്ങനെ നമ്മുടെ സമൂഹം എന്തായി മാറും? ഒരു ശ്വാനന്മാർക്കും കുരങ്ങന്മാർക്കുമുള്ള ആ ഒരു കാമവെറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ കാമത്തിൽപ്പെട്ട് ഉഴലുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ പോകാതെ ശ്വാനന്മാർക്കും കുരങ്ങന്മാർക്കും സമാനമായ വർണ്ണസങ്കരം ഉണ്ടാകുവാൻ നമ്മളൊരു കാരണമായല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അപ്പൊ നമ്മൾക്ക് ആ സമയത്തെ ജ്ഞാനം കൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം അനുഭവിക്കാമെന്ന് അവർ അവർക്ക് തോന്നത്തില്ല. ജ്ഞാനവും ജ്ഞാനമയിയും രീതിയും ഇതൊന്നും അവരുടെ മനസ്സിലേക്ക് വരികയില്ല. ആ സമയത്ത് ജനങ്ങൾ അധപ്പതിച്ചു കൊണ്ട് തന്നെ പോകും എന്നിവിടെ പറയുകയാണ്. അപ്പൊ രാജഭരണത്തിന്റെ അഭാവത്തിൽ സാമാന്യ ജനങ്ങൾ എന്തായി മാറുന്നു? ശാനന്മാരെ പോലും കുരങ്ങന്മാരെ പോലെയാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. കാമാഭിനിവേശം അവരിൽ ഉണ്ടാക്കും. അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ സമൂഹത്തെ രക്ഷിക്കാനുള്ളത് ആരാണ്? ബ്രാഹ്മണരാണ്. ആ ബ്രാഹ്മണരെയാണ് അധപ്പതനത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. വൈദിക സമ്പ്രദായ പ്രകാരമുള്ള ജീവിതം ആര്യ സംസ്കാരത്തിന്റെ ക്രമമായ പുരോഗമനോന്മുഖ മുന്നേറ്റമാകുന്നുവെന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പം വൈദിക സംസ്കാരത്തിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വൈദിക സംസ്കാരത്തിന്റെ പ്രാപ്യസ്ഥാനമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ തീർച്ചയായും വൈദികമായിട്ടുള്ള രീതിയിൽ ചോദിക്കും, നമുക്ക് വേദം അറിയാമോ? പക്ഷെ വേദം നമുക്കറിയില്ലായിരിക്കാം. പക്ഷെ ആ വേദത്തിന്റെ ചുരുളുകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ അവിടെയായിട്ടുണ്ട്. കാരണം ഓരോ കുടുംബത്തിലും ഒരു കുഞ്ഞുണ്ടാകുന്ന അവസരത്തിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന അവസരത്തിൽ മോനെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പാപമാണ്, ഇത് പാപമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന അതൊക്കെ അറിയാതെ തന്നെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ പൂർവികന്മാരുടെ മനസ്സിലേക്ക് വന്നതാണ്. അതവർ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ അനുസരിക്കാൻ ഇന്നത്തെ ജനത തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈദിക സംസ്കാരത്തിന്റെ പ്രാപ്യസ്ഥാനം എന്ന് പറയുന്നത് ജനനവും മരണവും വാർദ്ധക്യവും രോഗവും ഒന്നുമില്ലാത്ത ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോവുക. ധർമ്മ അർത്ഥ കാമ മോക്ഷം അല്ലെ? അപ്പൊ അങ്ങനെ അവിടേക്ക് നമ്മൾ എന്തായാലും ധർമ്മത്തിലും പെട്ടിരിക്കുകയാണ്, അർത്ഥത്തിലും പെട്ടിരിക്കുകയാണ്, കാമത്തിലും പെട്ടിരിക്കുകയാണ്. ഇത് മൂന്നും നമുക്കുണ്ട്. ആര് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഇത് നമ്മളിലുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് കരയേറി എവിടേക്ക് പോകണം? മോക്ഷത്തിലേക്ക് പോയാൽ പോരാ, അവിടുന്ന് പിന്നെയും സഞ്ചരിക്കണം അല്ലെ? മോക്ഷത്തിൽ നിന്ന് വീണ്ടും സഞ്ചരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിൽ ആ ഒരു രീതി അറ്റ്ലീസ്റ്റ് അവിടെ വരെയെങ്കിലും നമുക്ക് എത്താൻ കഴിയുക. അങ്ങനെ ഒന്നുമില്ലാത്ത ജനന മരണ വാർദ്ധക്യ രോഗങ്ങൾ ഒന്നുമില്ലാത്ത ആ ഭഗവത് സന്നിധിയിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലണം. നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ വിരുന്ന് വന്നതാണ് ഇവിടെ. നമ്മളിവിടെ ഒന്ന് വന്നിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് പോകേണ്ടതുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്, എനിക്ക് പോകേണ്ടതുണ്ട്. കാരണം എന്താ? ഞാൻ ഇവിടെ കിടന്നാ പോരാ, എനിക്ക് ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ചിന്താഗതിയോട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ അതിന് സഹായിക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥിതിയായിരുന്നു. ആ വർണ്ണാശ്രമ വ്യവസ്ഥിതിയാണ് ഇവിടെ ഇല്ലാതാക്കാൻ നോക്കിയിരിക്കുന്നത്. അപ്പം ഋഗ്വേദം, യജുർവേദം, സാമവേദം, ത്രിവേദം എന്ന് പറയാൻ കാരണം ഈ 3 വേദങ്ങളിലാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ബാക്കിയൊക്കെ എന്ത് ചെയ്യണം? കാരണം സമൂഹത്തിൽ പലവിധ ജനങ്ങളാണ് ഉള്ളത്. അപ്പം എല്ലാവർക്കും ഒരേപോലുള്ള ബുദ്ധിയല്ല, ഒരേപോലുള്ള മനസ്സല്ല, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പം ഏറ്റവും താഴ്ന്നക്കിടയിലുള്ള ആൾക്കാരെ അവരുടേതായ ബുദ്ധിക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവർ പതുക്കെ ഉയർന്നു വരിക. നമ്മളെ 1, 2, 3, 4 എന്ന് എണ്ണുന്നത് പോലെ ആദ്യം 1, 5 എന്നല്ല എണ്ണുന്നത്. അപ്പൊ അതുപോലെ ഉയർന്ന് ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ ചവിട്ടി, സെക്കൻഡ് സ്റ്റെപ്പിൽ ചവിട്ടി, തേർഡ് സ്റ്റെപ്പിൽ ചവിട്ടി, ഫോർത്ത് സ്റ്റെപ്പിൽ ചവിട്ടി മുന്നോട്ട് പോകാൻ നോക്കുക. അങ്ങനെ താഴ്ന്നയിൽ നിന്ന് ഉയർന്നു. അതിനാണ് സമൂഹത്തിൽ 4 വേദങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം താഴ്ന്ന ആൾക്കാർക്ക് അതിനൊക്കെ അറിവേ ഉള്ളൂ. താഴ്ന്നെന്ന് പറയുന്ന ബുദ്ധി കൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ അറിവേ ഉള്ളൂ. ആ അറിവിനനുസരിച്ച് ഉയർന്നു പോകാനുള്ള മാർഗങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് എനിക്കിത് മതിയായി എന്ന് പറയുമ്പോൾ അടുത്തതിലേക്ക് പോകുക. അപ്പൊ അങ്ങനെ ത്രിഗുണങ്ങൾ അവിടെ കിടക്കുകയാണ് നമ്മൾ അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം എടുത്തിരിക്കണം. അതിന് വർണ്ണാശ്രമ വ്യവസ്ഥിതി ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ അതേ ഏത് രീതിയിലായാലും മനുഷ്യരെ ഉയർത്തിക്കൊണ്ടു പോകുന്നതായിരുന്നു. അതിനൊരു വിള്ളൽ വീണു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ വിള്ളലാണ് ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ എങ്ങതേക്ക് കൊണ്ടുപോകുന്നത്. ആ വിള്ളലിൽ കൂടി താഴേക്ക് അങ്ങ് പോവുകയാണെന്ന് മനുഷ്യരെ ചെയ്തുകൊണ്ടേ കലിയുഗം അങ്ങനെ മനുഷ്യരെ അധപ്പതിപ്പിക്കാൻ കൊണ്ടുപോകും. അതിനെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പം അത് നമുക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ
അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു? വേദവ്യാസ മഹർഷി വന്നിട്ട് എന്തെല്ലാം ചെയ്തു? അദ്ദേഹം വേദങ്ങളെ ക്രോഡീകരിച്ചു. വേദങ്ങൾ തന്നെ ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നതാണ്. നിങ്ങളെ ഇങ്ങനെ ജീവിക്കൂ, അങ്ങനെ ജീവിക്കൂ, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കൂ എന്ന് എഴുതിപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വേദങ്ങളെ ക്രോഡീകരിച്ചു. അതിനെ ഓരോ മഹർഷിമാരെയും ഏൽപ്പിച്ചു. കാരണം എല്ലാം കൂടി ഇങ്ങനെ പരുവത്തിൽ കിടന്നാൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതിനെ കർമ്മകാണ്ഡ ഒരു ഭാഗത്ത് വെച്ചു, ജ്ഞാനകാണ്ഡ ഒരു ഭാഗത്ത്, അങ്ങനെ പല രീതിയിൽ അതിനെ എന്ത് ചെയ്തു? ക്രോഡീകരിച്ചു വെച്ചു. അപ്പം വേദം മുഴുവനും കർമ്മകാണ്ഡമാണ് പറയുന്നത് എന്ന് നമുക്കറിയാം. ആ കർമ്മത്തിൽ കൂടി എങ്ങനെ ജ്ഞാനം നേടാം, ആ ജ്ഞാനത്തിൽ കൂടി എങ്ങനെ ഭക്തിയിലേക്ക് പോകാം, ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കുന്നത് അതാണ്. അപ്പൊ ഋഗ്വേദം നമ്മൾക്കറിയാം, പൈല ഋഷിയെയാണ് ഋഗ്വേദം ഏൽപ്പിച്ചത്. നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. യജുർവേദം വൈശമ്പായന മഹർഷി ഏൽപ്പിച്ചു, സാമവേദം ജൈമിനി മഹർഷിയെ ഏൽപ്പിച്ചു, അഥർവവേദം സുമന്തു മഹർഷിയെയും ഏൽപ്പിച്ചു. അതെല്ലാം ഈ ശ്ലോകങ്ങളെല്ലാം നമ്മുടെ ശ്ലോകമായിട്ട് നമുക്ക് നാരദ മഹർഷി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? വേദവ്യാസിന് പറഞ്ഞു കൊടുത്തപ്പം നമ്മൾ പഠിച്ചതാണ്. പിന്നെ അതുപോലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളും ഉണ്ടായിരുന്നു. അതിനെ അദ്ദേഹം രോമഹർഷണ എന്റെ പിതാവിനെ ഏൽപ്പിച്ചു എന്നാണ് ശ്ലോകം പറയുന്നത്, അല്ലേ? എന്റെ പിതാവിനെ ഏൽപ്പിച്ചു. ആരായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്? സൂത മഹർഷി പറയുന്നു, എന്റെ പിതാവ് ആരാണ്? രോമഹർഷണ മഹർഷിയെ ഏൽപ്പിച്ചു. അദ്ദേഹം ആയിരുന്നു അത് നോക്കിക്കൊണ്ട് ഇരുന്നു. അവസാനം പിന്നെ ബലരാമൻ വന്ന് അദ്ദേഹത്തെ തിരിച്ചയക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സാമ്പത്തിക പുരോഗതിയിൽ അധിഷ്ഠിതമായ അധപ്പതിച്ച സംസ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടതായിരിക്കുന്നു എന്ന്. കാരണം എന്തുകൊണ്ടാണ്? സമൂഹത്തിനുണ്ടായ അധപ്പതനമാണ് അതിനെ കാരണമായി ഭവിച്ചത്. ഹരേ കൃഷ്ണ. അതാണ് ഇവിടെ അതേക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക പുരോഗതിയിൽ വർദ്ധിതമായി ആകർഷിതരായി ജനങ്ങൾ അധപ്പതിക്കും എന്ന് അദ്ദേഹം ഭയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ശരിയാണെന്ന് നമുക്ക് ഇന്നത്തെ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ധർമ്മപാലോ നരപതി സദുസമ്രട് ബൃഹസ്രവ സാക്ഷൻ മഹാഭാഗവതോ രാജർഷിർ ഹയമേധയാൻ ശുദ്രട് ശ്രമയുതോ ദീനോ നൈവാസ്മശ്ചാപമർഹതി. ധർമ്മപാലോ നരപതി സദുസമ്രട് ബൃഹസ്രവ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷിർഹയമേധയാൻ ശുദ്രട് ശ്രമയുതോ ദീനോ നൈവാസ്മശ്ചാപമർഹതി. ധർമ്മപാലൻ, ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്ന ആള്, ധർമ്മം നടത്തിക്കൊണ്ടു പോകേണ്ട കാര്യം, കാത്തു സൂക്ഷിക്കുന്ന നടത്തിക്കൊണ്ടു പോകേണ്ട ആള്. നരപതി, അത് രാജാവാണ്. സഹ, അദ്ദേഹം, ആ ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹം, വിശ്രുതനായ ആത്മസാക്ഷാത്കാരം നേടിയ രാജാവ്, അതോ അതിനേക്കാൾ അപ്പുറം ഒന്നന്തരം മഹാഭാഗവതനായിട്ടുള്ള ആള്. നമ്മളെല്ലാം മഹാഭാഗവതനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ, മഹാഭാഗവതന്മാരാരാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രാജഋഷി, രാജാക്കന്മാരിൽ ഋഷിയായിട്ടുള്ള ആള്. ഹയമേധയാൻ, എത്രയോ അശ്വമേധങ്ങൾ നടത്തിയ ആ മഹാനുഭാവൻ. ശുത്രിഡ് എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും. ശ്രമയുത, ക്ഷീണിതനും. ദീനൻ, പീഡിതനും. ഒരിക്കലും ഏവ അപ്രകാരം അസ്മാതെ, നമ്മളാൽ ശാപം അർഹിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ ആ രാജാവിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. വിശ്രുതനായിരുന്നു, ആത്മാർത്ഥതയുള്ള ആളായിരുന്നു, ഒന്നാന്തരം ഭഗവത് ഭക്തനായിരുന്നു, അല്ലെ? മഹാഭാഗവതനായിരുന്നു, അശ്വമേധങ്ങൾ നടത്തിയ ആളായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായിട്ടാണ് നമ്മുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹം വന്നത്. പക്ഷേ അദ്ദേഹം നമ്മളിൽ നിന്ന് ശാപം അർഹിക്കുന്നു. അദ്ദേഹത്തെ ശപിച്ചല്ലേ വിട്ടത്. അല്പം ഇരിക്കാൻ ഒരു പുൽപ്പായയും കുടിക്കാൻ ഒരു ഗ്ലാസ് ജലവും അദ്ദേഹം ആഗ്രഹിച്ചെങ്കിൽ അത് തെറ്റാണോ? അതിന് പകരം കൊടുത്തത് എന്താണ്? ശാപമാണ്, അല്ലെ? അപ്പൊ അതാണ് പരീക്ഷ ചക്രവർത്തി ധർമ്മിഷ്ഠനായ വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്, ഗുരുദേവ് കി ജയ്. വിവർത്തനത്തെ പറയുന്നു, പരീക്ഷിത് ചക്രവർത്തി ഒന്നാന്തരം ഭക്തനുമാണ്, മഹാഭാഗവതനാണ് അദ്ദേഹം. രാജാക്കന്മാരിൽ ഋഷിയായ അദ്ദേഹം നിരവധി അശ്വമേധ യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജാവ് വിശപ്പും ദാഹവും കൊണ്ട് പരിക്ഷീണനും സമാർത്ഥനുമാകിയാൽ അദ്ദേഹം ഒരു തരത്തിലും ശാപാർഹനായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ശാപം ലഭിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ.
കൃഷ്ണമാതാജി ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മപാലോ നരപതി സതോ സമ്രാട് ബൃഹച്ഛവഃ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷി ഹയമേധയാൽ ശുദ്ധക്ഷമയുതോ ദീനോ നൈവാസ്മച്ചാപമർഹതി. ഹരേ കൃഷ്ണേ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വേറൊരാളോട് വായിച്ചോളൂ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ധർമ്മപാലോ നരപതി സധു സമ്രാട് ബൃഹച്ഛവഃ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷിർഭയ മേധയാട് പുത്രശ്രമയുധോ ദീനോ നൈവസ്മച്ചാപ അർഹതി. നൈവാസ്മശ്ചാപം അർഹതി ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. നൈവാസ്മച്ചാപം അർഹതി. ഹരേ കൃഷ്ണ. ആരാണ് ഒരാളുടെ വായിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മപാലോ നരപതി സതോ സമ്രാട് ബൃഹച്ഛവ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷിഹയമേധയാ ക്ഷത്രിക്ഷമയുതോ ദീനോ നൈവാസ്മശ്ചാപമർഹതി. നൈവാസ്മശ്ചാപമർഹതി. നൈവസ്മാചാപമർഹതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഒരു രാജാവ് ഒരു സാധാരണ രാജാവായിരുന്നില്ല, മഹാഭാഗവതനായ രാജാവായിരുന്നു അദ്ദേഹം. അപ്പൊ മഹാഭാഗവത പരീക്ഷിത്ത് എന്നാണ് നമ്മൾ ഒരു ശ്ലോകത്തിൽ വായിച്ചത്, അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്കതൊക്കെ? മഹാഭാഗവത പരീക്ഷിത്ത്. അങ്ങനെയുള്ള അദ്ദേഹം ഇന്ദ്രിയങ്ങൾ എന്തിലായിരിക്കണം? ഭഗവത് സേവന നിരതമാക്കിയിരിക്കണം. മഹാഭാഗവതർ എങ്ങനെയാണ്? നേരത്തെ ഞാൻ ആ ശ്ലോകം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണും. ഒരു മഹാഭാഗവതൻ എങ്ങനെയായിരുന്നു തന്റെ ഇന്ദ്രിയങ്ങളെ ആവേശിപ്പിച്ചത്? എങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? എന്തൊക്കെയാണ്? സവൈമന കൃഷ്ണപദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോ ഹരേർമന്ദിരമാർത്തനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദേ. ഓരോ ഇന്ദ്രിയങ്ങളെയും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അത് റെപ്പിറ്റേഷൻ ആവും. അപ്പൊ അങ്ങനെ പല പല ഓരോ ഇന്ദ്രിയങ്ങളെയും ഓരോ കാര്യങ്ങൾക്കായി മഹാഭാഗവതന്മാരങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഭൈ മനകൃഷ്ണ, മനസ്സിനെ മനകൃഷ്ണ പദാരവിന്ദയോ, ആ കൃഷ്ണന്റെ പാതാരവിന്ദത്തിലേക്ക് അങ്ങ് സമർപ്പിക്കും മനസ്സിനെ. മനകൃഷ്ണ പദാര, പക്ഷേ അവർ ചെയ്യേണ്ട പ്രവൃത്തിയെല്ലാം ചെയ്യേണ്ട രീതിയിൽ ലോകത്തിന്റെ ചക്രവർത്തിയാണ് ആരെ? പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതുപോലെ വേറെ ആരെങ്കിലും കുറിച്ച് നമ്മൾ പഠിച്ചോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ചക്രവർത്തി തന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാൻ മഹാരാജാവ്, അല്ലെ? സവൈ മനകൃഷ്ണ പദാരവിന്ദയോ. എന്താണ്? വാക്കുകളെ എന്തിനു കൊടുത്തു? അതുപോലെ കണ്ണുകളെ എന്തിനു കൊടുത്തു? വാക്കുകളെ. ഭജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, ആ വൈകുണ്ഠന്റെ ഗുണങ്ങൾ, അതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ കൈകൾ എന്തിനു കൊടുത്തു? അതുപോലെ കരോ ഹരേർമന്ദിരമാർത്തനാദിഷു, ഇതിന് ശ്രുതി എന്തിനു കൊടുത്തു? ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ. പിന്നെ കണ്ണുകൾ എന്തിനു കൊടുത്തു? മുകുന്ദലിംഗാലയ ദർശനേ ദൃശ്യവും. പിന്നെയോ ശരീരമുണ്ട്, അതും എന്തിനാ കൊടുത്ത? എന്താണ്? അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തരെ കാണുമ്പോൾ അവരെ പുനരുന്നതിന് വേണ്ടി, അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടി ആ ശരീരം കൊടുത്തു. ഇനിയും മൂക്കോ? ഘ്രാണം എന്തിനായിരുന്നു? ഘ്രാണം തത്പാദ സരോജ സൗരഭേ, ആ പാദത്തിൽ വീണ തുളസീദളങ്ങൾ മണക്കുന്നതിന് വേണ്ടി ആ ഘ്രാണവും ഉപയോഗിച്ചു. അങ്ങനെ ഓരോന്നും ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടി. അപ്പം അവര് ഒക്കെ മഹാനുഭാവന്മാരും മഹാഭാഗവതരുമായി ലോകത്തെ ഭരിച്ചിരുന്നവരാണ്. എന്നിട്ടും അവർക്ക് ഇതൊക്കെ സാധിച്ചു. നമുക്കാണെങ്കിലോ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കാര്യവും ഒരു ജോലിയും കാണും, അത് നോക്കിയിട്ടും നമുക്ക് ഒരിക്കലും സമയമില്ല, അല്ലെ? നമുക്ക് ജോലിയും സ്ഥലത്തെ പണി കിടക്കുന്നു, അല്ലെ വീട്ടിലെ പണി കിടക്കുന്നു, നമുക്ക് ഭഗവാനെ വിളക്ക് കൊളുത്താൻ പോലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും ഈ പുരുഷോത്തമ മാസമായാൽ പോലും പലർക്കും അതിന് അവസരം കിട്ടുന്നില്ല. അപ്പൊ മഹാഭാഗവതന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഭഗവത് സേവനത്തിന്. ഇന്ദ്രിയങ്ങൾക്ക് ഉചിതമായ കർമ്മം അവർ നൽകി. പിന്നെയോ ഇന്ദ്രിയ കർമ്മങ്ങളുടെ പൂർണ്ണാവസ്ഥ, അതിൽ നിന്നാണ് നമ്മളെ ഭക്തിയോഗത്തിലേക്ക് എത്തിക്കുക എന്നവർ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അവരെന്ത് ചെയ്തു? ആത്മനിയന്ത്രണമുള്ളവരായി പരമഹംസാവസ്ഥ നേടി. അങ്ങനെ മായയുടെ സേവനത്തിന് പകരം നമ്മളിപ്പോഴും മായയെ സേവിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? നമുക്കത് വേണം ഇത് വേണം, നമ്മളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോയിട്ടേയില്ല. അപ്പൊ അതുകൊണ്ട് മായയുടെ സേവനത്തിന് പകരം അവര് ഭഗവത് സേവനത്തെ
അവരുടേതാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അഹിംസ, ലാളിത്യം, സഹനം, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ആകുന്നത്, ആരാധന, ഭക്തി, എന്തൊക്കെ സർവഗുണങ്ങളുണ്ടോ അതെല്ലാം അവര് ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണ് അവർ ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഇല്ലാതെ വരുമ്പോൾ ഭഗവാനും ഋഷിമാരും രൂപകൽപ്പന ചെയ്തതാണ് ഇതെല്ലാം ആ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ. ആ വർണ്ണാശ്രമ വ്യവസ്ഥ ഇല്ലാതാക്കി ഈ രൂപകൽപ്പന ചെയ്ത കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി അത് അധപ്പതനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നല്ലോ എന്നോർത്ത് വിഷമിക്കുകയാണ് ഇവിടെ ശമീപ ഋഷി. അപ്പൊ നമുക്കറിയാം ബ്രാഹ്മണർക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നതിന് കാരണം പറയുന്നുണ്ട്. യാവതീർ വൈ ദേവദത്ത സർവാ വേദവിദ് ബ്രാഹ്മണേ വസതി. ബ്രാഹ്മണീർ വൈ ദേവദത്ത സർവാ വേദവിദ് ബ്രാഹ്മണേ വസതി എന്നാണ് ഉപനിഷത്ത് വാക്യം. എന്ന് വെച്ചാൽ എന്താണ്? യാവതീർ വൈ ദേവദത്ത എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളും വേദം അറിയുന്ന ബ്രാഹ്മണനിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ബ്രാഹ്മണനെ നമ്മൾ ദേവതകൾക്ക് തുല്യമായി കാണണം. ഇന്ന് വേദം അറിയാത്ത ബ്രാഹ്മണരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും നല്ലവരായ ബ്രാഹ്മണരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. ഇന്നത്തെ ബ്രാഹ്മണർ കൂടുതലും നമുക്കറിയാവുന്നവരാണ്. അവരിതൊന്നും പഠിക്കാൻ മുന്നോട്ട് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഉപനിഷത്ത് വാക്യമാണ്, എന്റെ സ്വന്തം അഭിപ്രായം അല്ല. യാവതീർ വൈ ദേവദത്ത സർവാ വേദവിദ് ബ്രാഹ്മണേ വസതി. എല്ലാ ദേവതകളും ബ്രാഹ്മണനിൽ വസിക്കുന്നുണ്ട് എന്നാണ് ഉപനിഷത്ത് വാക്യം പറയുന്നത്. അപ്പം നമ്മളെ ബ്രാഹ്മണരെന്ന് പറയുന്നത് അത്രമാത്രം മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുപോകേണ്ടവരാണ് ഇന്നതിൽ. അതുകൊണ്ടാണ് ബ്രാഹ്മണ ഹിതായച എന്ന് ഭഗവാൻ പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ അവർക്ക് ബ്രാഹ്മണർക്ക് 3 തരം കടങ്ങളുണ്ട്. അപ്പൊ ആ കടങ്ങൾ എന്ന് പറയുന്നത് അത് അവർ വീട്ടിക്കൊള്ളും. എന്തൊക്കെ കടങ്ങളാണെന്ന് അറിയാമോ? ദേവതകളോട് ദേവന്മാരോട് കടമുണ്ട് ബ്രാഹ്മണർക്ക്. പിന്നെ എന്താണ്? മുനിമാരോട് കടമുണ്ട്. പിന്നെ പിതൃക്കളോടും അവർക്ക് കടമുണ്ട്. അപ്പൊ അവർക്കത് വീട്ടാൻ അറിയാം. എങ്ങനെ വീട്ടാൻ അറിയാം? ദേവന്മാർക്ക് യജ്ഞം വഴി അവർ വീട്ടിക്കൊള്ളും. അതുപോലെ മുനിമാരോടുള്ളത് അവർ ബ്രഹ്മചര്യത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ നമ്മൾ ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ആ രീതിയിലാക്കിക്കൊണ്ട് ഒരു വിവാഹം കഴിച്ചോ അത് നമ്മൾ എടുക്കരുത്. ബ്രഹ്മചര്യം എന്ന് പറയുമ്പം ഈ ബുക്കുകളെയാണ് ആ സമയത്ത് വിവാഹം കഴിച്ചിരിക്കുന്നത്, വേദങ്ങളെയും. സർവശാസ്ത്ര പുരാണജ്ഞൻ ഭവൻ സർവവന്ദ്യനായ ശൗരി വയസ്യൻ എന്ന് പറയുന്നത് പോലെ സുധാമാവ് എന്ത് ചെയ്തിരുന്നു? ആ ബുക്കുകളെല്ലാം തൻ്റെതാക്കി മാറ്റിയിരുന്നു, അല്ലെ? സർവവേദ പുരാണജ്ഞൻ. അങ്ങനെയുള്ള ആ ഒരു ഇത് വഴി ആ സമയത്ത് അവര് എന്ത് ചെയ്യുന്നു? ആ ബുക്കുകളാണ് അവരുടെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മചര്യ വ്യവസ്ഥിതിയിൽ കൂടി പിന്നെ പിതൃക്കളോട് എങ്ങനെയാണ്? പിതൃക്കളോട് കടം വീട്ടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? സന്താനോത്പാദനം വഴി. എന്തിനാണ് സന്താനം? ഇന്നത്തെ പോലെ വഴിവിളിച്ചു പോകാനല്ല. സന്താനങ്ങൾ നല്ലവരായി വളർത്തിയെടുത്തിട്ട് നമ്മളെ പൂണൂൽ കല്യാണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ കുട്ടികളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരെ സമൂഹത്തെ നല്ലവരിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവർക്കപ്പോ സന്തതികളില്ലാതെ പറ്റുകയില്ല. അപ്പൊ സന്താനോത്പാദനത്തിൽ കൂടിയും അവര് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണര് അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം. പിന്നെ നമുക്കുള്ള കടങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾക്ക് എന്തൊക്കെ കടങ്ങളുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നില്ല. നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ നമ്മൾ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു ചെറിയൊരു സീറോ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കുള്ള കടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ദേവകടം പറയും. അതായത് ഹരേ കൃഷ്ണ. പിതൃകടം, ഹരേ കൃഷ്ണ. പിതൃകടം, ദേവകടം, ഗുരുവിനോടുള്ള ഋഷി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നിങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും ഞാൻ ഒരുപാട് വിലയാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ പറയുന്ന 1000 വാക്കുകൾക്ക് തുല്യമാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വാക്കെന്ന് പറയുന്നത്. എനിക്കല്ല, അത് ഈ ഗ്രൂപ്പിൽ കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞ വാക്കാണ് അതെന്നെ. ഒരിക്കലും അത് മറക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്കുള്ള കടം എന്ന് പറയുന്നത് ഒന്നാമത് ദേവകടം. അതെങ്ങനെ വീട്ടാം? നമ്മൾ പലവിധ പൂജകൾ ചെയ്ത് നമ്മളെ ദേവന്മാരോടുള്ള കടം വീട്ടുന്നു. ഇന്ന് നമുക്കറിയാം കലിയുഗത്തിൽ പൂജയ്ക്ക് വലിയ വിലയൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഈ നമ്മൾ എടുക്കുന്ന ഒരു വസ്തുക്കൾ പോലും ശുദ്ധമല്ല, പരമശുദ്ധമല്ല. അതുകൊണ്ട് പൂജയ്ക്ക് ഇന്ന് വളരെ വിലക്കുറവാണ്. വിലക്കുറവെന്ന് പറഞ്ഞാൽ വളരെ വാല്യൂ കുറവ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ
നമുക്ക് പൂജ നടത്തത്തക്ക നല്ല ശുദ്ധമായ വസ്തുക്കൾ കിട്ടുന്നില്ല. അതുകൊണ്ട് അപ്പൊ എന്നാലും നമ്മള് ദേവകടം വീട്ടാൻ വേണ്ടി പൂജ എന്തെങ്കിലും ചെയ്യണം. പിതൃകടം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ശ്രാദ്ധം നടത്താറുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ പിതൃകടം വീട്ടാം. പിന്നെ ഋഷികടം വീട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളത് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള ഒരു ചെറിയ ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ട്? ഇപ്പൊ അറ്റ്ലീസ്റ്റ് 4 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ ഇങ്ങനെ ബുക്കുകൾ കാര്യങ്ങളും ഒക്കെ വായിക്കുന്നതും കേൾക്കുന്നു, അതുപോലെ നാമം ജപിക്കുന്നു, ബുക്കുകൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിലേക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദേവർഷി ഭൂതാപ്ത നൃണാം നകിങ്കരേ ന്യായം നീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം യഥോ മുകുന്ദം പരിഹൃത്യകർത്തും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം, പിതൃക്കളോടുള്ള കടം, അത് ഋഷിമാരോടുള്ള കടം നകിങ്കരോ ന്യായമൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം യഥോ മുകുന്ദം പരിഹൃത്യകർത്തും. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യാൻ നമുക്ക് മനസ്സിൽ വരുന്നത്. എന്താണ്? ഭഗവാന് സ്വയം സമർപ്പണം ചെയ്തവരോട് നമ്മൾ അങ്ങേറ്റം നന്ദിയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവരോട് സ്നേഹമുള്ളവരായിരിക്കണം. അതറിയാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ആ കടം തന്നെ, നമുക്കുള്ള കടം തന്നെ വീട്ടിക്കൊള്ളും. നമ്മൾ പലരും ചെയ്യാത്ത കടമാണ് ഈ ദേവകടവും പിതൃകടവും ഋഷികടവും ഒക്കെ. നമ്മൾ യഥാർത്ഥത്തിൽ ശ്രാദ്ധം മാത്രം മിക്കവാറും എല്ലാവരും ചെയ്യുമായിരിക്കാം. അപ്പൊ ഒരു ഭഗവാനെ കുറിച്ച് അറിയുക, ഭഗവാനെ കുറിച്ച് അറിയാൻ കുറച്ച് പ്രയാസമാണ്. എന്നിരുന്നാൽ തന്നെയും അവരിൽ നിന്നും കേട്ടറിയുക എന്നുള്ളത്. അപ്പൊ കടങ്ങൾ വീട്ടാൻ നമ്മളെ തയ്യാറാകണം. അത് മഹാഭാഗവതന്മാരിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നടത്തി ജനങ്ങളെ നല്ലവരാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഒരു രാജാവിനെയാണ് അതാ വിട്ടിരിക്കുന്നു തിരിച്ച് അല്ലെ? അങ്ങനെയുള്ള ആശ്രമമാണിത്. അപ്പം രാജാവ് ശിഷ്ടാർഹനായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ മഹാരാജാവിനെ കുറിച്ച് സവിശേഷമായി അദ്ദേഹം ചിന്തിക്കുന്നു, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. എന്നിട്ട് മഹാരാജാവിന്റെ സവിശേഷ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് അതിന്റെ സംക്ഷിപ്ത രൂപം മനസ്സിലിട്ട്, നമ്മൾ പറയും ഒന്ന് കുലുക്കിക്കൊള്ളിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എന്ത് ചെയ്തു? ആകെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചെടുക്കുന്നു. അവിടുന്ന് രാജാവിനെ വെറും ഒരു രാജാവായി മാത്രം ഗണിച്ചാൽ പോരാ, രാജവംശത്തിൻ്റെതായ ധർമാശാസനങ്ങൾ നിർവഹിക്കുന്ന ഒരു ഭരണാധിപൻ എന്ന നിലയിൽ അതിവിശ്രുതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഇവിടെ ശപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളും പറയും. അദ്ദേഹത്തിന് ഒരു ക്ഷത്രിയന് വേണ്ട സർവ്വഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. മഹാഭഗവത് ഭക്തൻ, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തി. അങ്ങനെ ഒരാൾ വിശപ്പും ദാഹവും കൊണ്ട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അത് ഇദ്ദേഹത്തെ ശപിക്കുകയാണല്ലോ എന്റെ മകൻ ചെയ്തതെന്ന് ഓർത്ത് ആ ശമീകർഷി പരിഷത്ത് മഹാരാജാവിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന, എന്നുവെച്ചാൽ സങ്കടപ്പെടുന്ന ഒരു ശ്ലോകമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്? ഭഗവാനെ നേരിട്ട് കണ്ടില്ലെങ്കിലും ഭഗവാന്റെ ഭക്തരെ കണ്ടാൽ മതി. ഭഗവാൻ പറയുന്നുണ്ട്, യഥാവതുക്തോ പരരാമതന്മഹത് ഭൂതം നഖോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം വിദതേനുകമ്പിത. നിങ്ങൾ പഠിച്ചതാ? എവിടെ പഠിച്ചു എന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇത് പ്രധാനപ്പെട്ട ശ്ലോകമാണ്, പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞതാണ്. എവിടെയുണ്ട്? എവിടെ പഠിച്ചു? ഏതെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യഥാവതുക്തോ പരരാമതന്മഹത് ഭൂതം നഖോലിംഗമലിംഗമീശ്വരം. അപ്പൊ നാരദ മഹർഷി പറയുകയാണ്, തന്റെ ചെറുപ്പത്തില് എന്ത് ചെയ്തു? അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് അങ്ങേയറ്റം ശ്രമിച്ചു. അദ്ദേഹം മെഡിറ്റേഷനിൽ അങ്ങനെ ഭഗവാനെ തന്നെ ചിന്തിച്ചിരുന്നിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് തന്റെ അമ്മയും മരിച്ച ആരുമില്ലാത്ത കുട്ടി എന്ത് ചെയ്യാണ്? യാത്ര ചെയ്തു പോകുന്ന വനത്തിലിരുന്നിട്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്ന അവസരത്തില് ഒരുവിധം അദ്ദേഹത്തിന്റെ മനസ്സെത്തിയപ്പോൾ ഭഗവാൻ ഒരു ചെറിയ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നു. ഭഗവാൻ ഒന്ന് കണ്ടെന്ന് വരുത്തിയിട്ട് ഉടനെ തന്നെ അങ്ങ് മറയുകയും ഈ കുട്ടി പരിഭ്രാന്തനാവുകയും ചെയ്യുന്നു. അങ്ങനെ ആയിത്തീർന്നപ്പോഴേ
അവന്റെ വീണ്ടും വീണ്ടും അവൻ എന്ത് ചെയ്യുകയാണ്? ഇത് കാണാൻ, ഭഗവാനെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് മെഡിറ്റേഷൻ ഞാൻ ചെയ്തത്, അതെല്ലാം വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ശ്രമിച്ചപ്പോൾ ഭഗവാന് തന്നെ അവനോട് കാരുണ്യം തോന്നി. എന്നെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുക, പക്ഷെ ഈ ജന്മത്തിൽ അവനതിന് സാധ്യവുമല്ല. എന്നാൽ അപ്പൊ പറയുന്നു, നീ ഇതിനു വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. ശ്രമിച്ചാൽ ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. ഭക്തിയുത സേവനത്തിൽ പരിപൂർണ പ്രാപ്തരാകാത്ത ഒരു വ്യക്തിക്കും എന്നെ കാണാൻ കഴിയില്ല. അതിനൊരു അവസരം നിനക്ക് കിട്ടും. എങ്ങനെയാണ്? നീ ഇനിയും എന്നെ കുറിച്ച് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം വളർത്തിയെടുക്കാനാണ് ഞാൻ ചെയ്തത് ഈ നിനക്കൊരു ചെറിയതായിട്ടൊരു ദർശനം തന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇനിയും നീ ശ്രമിക്കൂ. അപ്പം ഞാനില്ല എന്ന് കരുതി, എന്നെ കണ്ടില്ല എന്ന് കരുതി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നെ കാണാൻ നിന്റെ കയ്യിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെ കാണാം? നിന്റെ കയ്യിൽ ഭഗവത്ഗീതയുണ്ട്, നിന്റെ കയ്യിൽ ഭാഗവതമുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട്. അതിലുള്ളത് ഞാൻ തന്നെയാണ്. അതിൽ കൂടി നിനക്ക് എന്നെ കാണാൻ കഴിയും എന്നാണ്. രാമതന്മഹത് ഭൂതം നഭോലിംഗമലിംഗമീശ്വരം തസ്മൈ മഹതാമഹീയസേ ശിഷ്ണാവനാമം വിധതേനു കമ്പിത. അപ്പൊ ഞാൻ തന്നെയാണ് അതിലൊക്കെ ഉള്ളത്. എന്നെ കാണാൻ നീ ഇങ്ങനെ ശ്രമിക്കണ്ട. നീ അതുകൊണ്ട് നിനക്ക് എന്നെ കാണാൻ കഴിയും. നിന്റെ ആഗ്രഹത്തെ വളർത്തിയെടുക്കൂ. അങ്ങനെ ഭൗതിക ഉപാധികളെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഭൗതികമായിട്ടുള്ള എല്ലാ ഉപാധികളെയും ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ കീഴിൽ പ്രവർത്തിക്കണം. ഭഗവാന്റെ കീഴിൽ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കൂ. ഭാഗവതം പറയുന്നത് എന്താണെന്നറിയൂ, ഭഗവത്ഗീത പറയുന്നത് എന്താണെന്നറിയൂ. അതിൽ കൂടി നീ ഉയർന്നു വരൂ. അതാണ് അവിടെ കൊടുത്തത്. അപ്പം പറയുന്നുണ്ട്, ട്രാൻസെൻഡൽ സൗണ്ട് വൈബ്രേഷൻ ഓഫ് ഭഗവത്ഗീത ആൻഡ് ഭാഗവതം ബോത്ത് ആർ ഈക്വൽ ടു മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെയാണ് അതിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭൗതിക ഉപാധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആധ്യാത്മിക ജീവിതം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും അങ്ങനെ നമ്മൾ സ്വരൂപ വ്യവസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. സ്വരൂപേണ വ്യവസ്ഥിതി എന്നാണ് പറയുന്നത്. അങ്ങനെ എത്തിത്തീരുമ്പോൾ അതിനെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. മുക്തി എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറയൂ, എന്തൊക്കെയുണ്ട് മുക്തി എന്ന്? ഹരേ കൃഷ്ണ. മുക്തി എത്ര വിധം, ഏതെല്ലാം? എല്ലാവരും ഉറങ്ങിപ്പോയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങളെല്ലാം ഉറക്കത്തിലായിരിക്കും. ആണോ? വെളുപ്പിനെ എഴുന്നേൽക്കുന്നതിന്റെ ഉറക്കത്തിന് നിങ്ങളുള്ളത്? സാമീപ്യം, സാമീപ്യം, സായുജ്യം, സാഷ്ട്യം. സാരൂപ്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, സാഷ്ടി. എന്തൊക്കെയാണ് ഞാൻ അന്നേരം പറഞ്ഞു തന്നു നിങ്ങൾക്ക്. സായുജ്യം എന്ന് കേൾക്കുമ്പോ തന്നെ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന സായുജ്യം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ചെവി കുത്തിയേക്കാനാണ്. അതേ നമുക്ക് വേണ്ട. ഏറ്റവും താഴ്ന്ന ലെവലിലുള്ളതാണ് സായുജ്യം. പിന്നെന്തൊക്കെയാണ്? സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സാഷ്ടി. സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സാഷ്ടി. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ നാലെണ്ണു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല അല്ലേ? അപ്പൊ ആ ഒരു സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സാഷ്ടി പേരെങ്കിലും ഓർത്തിട്ട്. ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഏതാണ്? അന്നേരം ഏതോ ഒരു മാതാജി പറയുകയും ചെയ്ത അതെന്താണ്? അല്ല, ഹരേ കൃഷ്ണ. സാഷ്ടിയാണ് ഏറ്റവും ഉന്നതമായിട്ട്. ആരുടെ രൂപത്തിൽ ആർക്കാണ് അത് കൊടുത്തത്? ഭഗവാന്. നമുക്കറിയാവുന്നവരിൽ ആർക്ക് കൊടുത്തു? സുധാമാവിന്. മാതാജി അന്നേരം സുധാമാവിന് പറഞ്ഞു കൊടുത്തു. സുധാമാവിന് കൊടുത്തത് അതാണ് അല്ലെ? സാമീപ്യം എന്ന് പറഞ്ഞാൽ അർജുനനെ പോലെ ഭഗവാന്റെ കൂടെ എപ്പോഴും നടക്കുക, എപ്പോഴും സാമീപ്യം, ഭഗവാന്റെ സാമീപ്യം എപ്പോഴും കിട്ടുക. സാരോഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിൽ, വൈകുണ്ഠത്തിൽ, ഗോലോകന്താവിന്ദത്തിലോ കൂടെ വസിക്കാനുള്ള അവസരം കിട്ടുക സാരോഗ്യം. സാരൂപ്യമോ ഭഗവാന്റെ അതേ രൂപത്തിൽ വൈകുണ്ഠത്തിൽ ചെന്ന എല്ലാവരും ഭഗവാനെ പോലെ തന്നെ ഇരിക്കും അല്ലേ? ആ പടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എല്ലാം ശ്രീവത്സചക്രം അതില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ സാഷ്ടി, ഭഗവാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതുപോലെ അങ്ങ് കൊടുക്കും. അത്രമാത്രം വലുതാണ്. അപ്പൊ അങ്ങനെ ഒരു സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഹൃഷികേണ ഹൃഷികേശ സേവനം ഭക്തിരുച്യതേ.
അങ്ങനെ ആ രീതിയിൽ എത്തുമ്പോഴേക്ക് ഭൗതികമായ ഉപാധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അവന്റെ ആധ്യാത്മിക ജീവിതം പുനരുജ്ജീവിപ്പിക്കപ്പെടും. അതാണ് സ്വരൂപേണ വ്യവസ്ഥിതിയാകുന്നത്. അതാണ് മുക്തി എന്ന് പറയുന്നത്. ആ മുക്തി കൊണ്ടാവുന്നില്ല എന്ന് നമുക്ക് ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മുക്തി ഒരു ഭാഗത്ത് നിന്നോട്ട് മുക്തിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകണം. അവിടെ അതെന്താണ്? മുക്തിക്ക് അപ്പുറത്ത് എന്താണുള്ളത്? ആർക്ക് പറയാം? മുക്തി കടന്നു പോകണം. നമ്മളെല്ലാം മുക്തി എന്തോ ഭഗവത്ധാമത്തിലോട്ട് ചെല്ലോ, ഭഗവാനിലേക്ക്. ഭഗവാനോടുള്ള ഭക്തി അല്ലെ? ഭഗവാനിലേക്കുള്ള ഭക്തിയാണ്. ആ ഭക്തിയിലേക്ക് കടക്കാൻ അതാണ് ഏറ്റവും അങ്ങേയറ്റത്തിന്. അതിനെന്തെല്ലാം ഭാവങ്ങളുണ്ട്? സമയം പോകും. എന്തെല്ലാം ഭാവങ്ങളുണ്ട്? എന്തൊക്കെയുണ്ട്? ശാന്തഭക്തിയുണ്ട്, ഭഗവാൻ ഉണ്ടെന്നുള്ള ഭാവം അല്ലേ? പിന്നെന്താ ഉണ്ട്? ശാന്തഭക്തി കഴിഞ്ഞിട്ട് ഭക്തി, പ്രേമഭക്തി, പിന്നെന്താണ്? ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ എഴുതി വെച്ചിട്ട് നവവിധ ഭക്തി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏതെല്ലാം രീതിയിൽ ഭഗവാനെ കാണാൻ പറ്റും, ഭഗവാനിലേക്ക് പോകാനുള്ള ഏത് രീതിയാണോ നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെന്തുണ്ട്? പിന്നെന്തുണ്ട്? ഭഗവാനെ എങ്ങനെയൊക്കെ നമ്മൾ സേവിക്കാം? മാധുര്യഭക്തിയുണ്ട്, ശാന്തരസം. ശാന്തരസം ശാന്തരസം അത് ആദ്യം ഭഗവാനുണ്ട്, ഭഗവാനിൽ വിശ്വാസമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ശാന്തരസം. ശാന്തരസം. പിന്നെന്താണ്? സഖ്യരസമുണ്ട്. വാത്സല്യരസം, മാധുര്യരസം അല്ലെ? അപ്പം ആരാണ് സഖ്യരസത്തിൽ നിന്ന്? ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മനസ്സിൽ ഓർത്തിരുന്നാലേ നമുക്ക് പ്രയോജനമുള്ളല്ല. കേട്ടോണ്ട് എന്ത് പ്രയോജനമാണ്? അപ്പൊ സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം കൃഷികേണ കൃഷികേശ സേവനം ഭക്തിരുച്യതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറ്റെല്ലാത്തിലും മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഋഷികേശിനെ സേവിക്കാനുള്ളതാണ് നമ്മുടെ ഋഷീന്ദ്രങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അനന്യാശ്ചിന്തയന്തോമാ യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആര് പറഞ്ഞേക്കുന്നു? ആരാ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത്? എന്നോട് പറഞ്ഞു കൊടുക്കുക. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യാവ്യാം യോഗക്ഷേമം നല്ലീരിക്കും എന്നാണ് പറഞ്ഞത്. അതിനെന്ത് ചെയ്യണം? ഭഗവാൻ പറയുന്നുണ്ട്, മച്ചിത്ത സർവദുർഗാണീ മത്പ്രസാദ തരിഷ്യതി. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരും. പക്ഷേ മച്ചിത്ത ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാ മത്പ്രസാദ തരിഷ്യതി, സർവ്വദുഃഖങ്ങളും നിന്നെ ഇത് മാറിക്കിട്ടും. അതചീത്വം അഹങ്കാരാൻ ന ശ്രോഷതി വിരംശസി. അല്ല, നീ അഹങ്കാരം കൊണ്ട് എന്റെ അച്ഛനെ, എന്റെ അപ്പൂപ്പനെ കൊല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ഗുരുവിനെ കൊല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠന്മാരെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിനക്ക് നീ തന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് മച്ചിത്ത സർവ്വദുഃഖാണീ മത്പ്രസാദ തരിഷ്യതി. എന്റെ സർവ്വദുഃഖങ്ങളെയും എന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് തരിഷ്യതി, നിനക്കതിൽ രക്ഷപ്പെടാം. പക്ഷേ അത് ചെയ്തു അഹങ്കാരാൻ വിശ്വസി. അഹങ്കാരം കൊണ്ടാണ് നീ മാറുന്നതെങ്കിൽ അത് നിനക്ക് ആപത്ത് തന്നെ വരുത്തിവെക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പൊ ഇനി ശ്ലോകം 47 അപാവേഷു സുഹൃത്യേഷു ബാലേന അപക്വബുദ്ധിന പാപം കൃതം തത് ഭഗവാൻ സർവാത്മാക്ഷന്തുമർഹസി അർഹതി. അപാവേഷു സുഹൃത്യേഷു ബാലേന അപക്വബുദ്ധിന പാപം കൃതം തത് ഭഗവാൻ സർവാത്മാക്ഷന്തുമർഹതി. അപാവേഷു സർവപാപങ്ങളിൽ നിന്നും മുക്തനായവനെ, സുഹൃത്യേഷു സംരക്ഷിക്കാൻ അർഹതയുള്ളവനും ആജ്ഞാനുവർത്തിയുമായവനെ, ഒരു ബാലനാൽ
അപക്വനായ ബാലനാൽ എന്നാണ്. ബാലനാൽ എന്നുള്ളത് അപക്വനായ ഒരു ബാലനാൽ ബുദ്ധിന, അവൻ എങ്ങനെയുള്ളതാണ്? അവന്റെ ബുദ്ധി അത്ര ശരിയല്ല. പാപം കൃതം ചെയ്തു, അവൻ പാപം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ, അങ്ങനെ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ, സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാൻ സർവ ആത്മായാണ്. സർവാത്മാ ഭഗവാൻ എന്ന് വെച്ചാൽ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷൻ. ക്ഷന്തുമർഹസി, ക്ഷന്തും എന്ത് ചെയ്യണം? എന്റെ മകനോട് ക്ഷമിക്കണമേ. ഞാനാണ് പഠിപ്പിച്ചത്. അപ്പൊ എന്റെ മകൻ ചെയ്ത തെറ്റിന് കാരണക്കാരൻ ഞാനാണ്, അതുകൊണ്ട് അവനോട് ക്ഷമിക്കണമേ എന്ന് ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം വിവർത്തനം നോക്കാം. അനന്തരം സർവപാപങ്ങളിൽ നിന്നും മുക്തനായവനും ഭഗവത് ആജ്ഞാനുവർത്തിയും സംരക്ഷണാർഹനുമായ ഒരു വ്യക്തിയെ ശപിച്ച് കൊടിയ അപരാധം ചെയ്ത വിവേകശൂന്യനും അപക്വനുമായ ബാലനെ മാപ്പ് നൽകണേ എന്നേ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനോടെ ഋഷി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം ഒന്ന് വായിച്ചു തരാം. ഗുരുഭ്യോ നമോ ഭഗവതേ വാസുദേവായ. അപാപേഷു സുവൃത്തേഷു ബാലേനോപക്വബുദ്ധിന പാപം കൃതം തത് ഭഗവാൻ സർവാത്മാ ശന്തുമർഹതി. കൃഷ്ണമതി. അപ്പം അപാപേഷു, സർവപാപങ്ങളിൽ നിന്നും മുക്തനായവനെയാണ് ഇവിടെ ശപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിയോട് ചെയ്ത ആപത്തിൽ നിന്ന് പുണ്യമോ പാപമോ ആയ സ്വപ്രവൃത്തികൾക്ക് ഓരോരുത്തരും ഉത്തരവാദികളാണ്. അപ്പൊ ഒന്നാന്തരം ഭക്തനാകയാൽ, ഒന്നാന്തരം ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണത്തെ പൂർണ്ണമായി സ്വീകരിച്ചവനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം ഉള്ളവർക്ക് ഭഗവാനുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അവര് ഭഗവാന്റെ ആളാണ് ഇന്ദ്രിയ നിയന്ത്രണം കഴിഞ്ഞാല്. അപ്പൊ അവർക്ക് ഇന്ദ്രിയാസ്വാദനം നമ്മളെ കൂരിരുട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ സെൽഫ് കൺട്രോൾഡ് അല്ലാത്തവർക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള യാത്ര വളരെ പ്രയാസമാണ്. നമ്മളെല്ലാവരും മോക്ഷമാർഗം ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പൊ അതിലേക്കുള്ള യാത്ര ആദ്യമേ നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആകണം. അങ്ങനെ മോക്ഷമാർഗത്തിൽ പുരോഗതി നേടി ഭൗതികതയുടെ ആ ബദ്ധ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടാൻ കഴിയും. അപ്പം വേദങ്ങൾ അനുശാസിക്കുന്നതാണ് ഇത്, പരിത്രാണ മാർഗത്തിൽ നമ്മള് കടന്നു പോകണം എന്നുള്ളത്. അപ്പൊ പുരുഷനുമായി സുദൃഢമായ ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ഇന്ദ്രിയങ്ങളെ ഉദ്ധരിച്ച് കളങ്കമില്ലാത്തതാക്കി മാറ്റണം. ഇപ്പൊ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് യഥോചിത കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. ഇപ്പം തന്നെ നമ്മൾ പുരുഷോത്തമ മാസമാണ്. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെയാണ് വായിക്കേണ്ടത്, ഏതൊക്കെ ബുക്കുകളാണ് നമ്മളിപ്പം വായിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പം ബ്രഹ്മാവിന്റെ പ്രേയേഴ്സ് ഉണ്ട് അല്ലെ, 40 ശ്ലോകങ്ങളോളം ഉണ്ട്. അപ്പൊ അതിൽ ഓരോ ശ്ലോകവും അതിന്റെ അർത്ഥത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തമേവ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്ത. എന്ത്? സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാം തനുവാങ് മനോഹർ. സ്ഥാനേ സ്ഥിത, നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്നാ മതി. നിങ്ങളോട് ഞാൻ പറയുന്നില്ല ഓടാൻ, ലോകം മുഴുവൻ ഓടി നടക്കാനായിട്ട്. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട്, സ്ഥാനേ സ്ഥിത, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്തുതിവാങ് മനോഹർ, എന്നെ സ്തുതിക്കുകയും എനിക്ക് വേണ്ടി എന്നെ അനുസരിക്കൂ, അവിടെ ഞാൻ ഉണ്ടാകും ഭഗവാൻ. അതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? എന്നെ സ്തുതിക്കൂ, എന്നെ സ്തുതിക്കുക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും? ഈഗോയാണെന്ന് അല്ലെ. അപ്പൊ ആ ഈഗ എന്നെ സ്തുതിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാന്തന്മ. നമ്മളെ തത്തേനു കമ്പാംസു സമീക്ഷമാണോ പുഞ്ചാനമേവാത്മകൃതം വിഭാഗം. ഈ വന്നിരിക്കുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. എന്റെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എനിക്കിതെല്ലാം. തത്തേനു കമ്പാംസ സമീക്ഷമാണോ ഭുജാനമേവാത്മകൃതം വിഭാഗം. അതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? അതെനിക്ക് വരാനുള്ളതെല്ലാം വന്നു പോകട്ടെ. ഹൃത് വാക് ബഹുർ വിധതർ നമസ്തേ, ഹൃത് വാക് ബഹുർ വിധതൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ. ആ മുക്തിപാദത്തോട് ഞാൻ പറയുകയാണ്. അവിടെ ചൈതന്യ മഹാപ്രഭുവും ഭട്ടാചാര്യർക്ക് നോളജ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം വന്നിട്ട് ഭക്തിയെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, ഈ മുക്തിപദത്തിനപ്പുറത്താണ് ഭക്തിപദം. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭാഗവത്തെ ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല. എന്നാൽ പോലും അദ്ദേഹം പറയുന്നു, ഈ
ഭക്തിപദവും മുക്തിപദവും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ട്? മുക്തിപദം എവിടേക്കാണ് പോകുന്നത്? ഭഗവാനിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ മുക്തിപദം അല്ല, ഭക്തിപദമാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ എവിടെയും നമ്മൾ ചെയ്യുന്ന നമുക്ക് ചെയ്തിട്ടുള്ള അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിനെയും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാണോ എൻ്റെ ഭഗവാന് എന്നോട് കരുണ തോന്നി ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമായി എന്ന് തോന്നുകയോ അല്ലെങ്കിൽ എന്നോട് കരുണ തോന്നുകയോ ചെയ്യുന്നത് എന്നാണോ അന്ന് വരെയും യാതൊരു ഇല്ല, എനിക്ക് അങ്ങനെ വന്നല്ലോ, എനിക്ക് ഇങ്ങനെ വന്നല്ലോ, ദൈവം ഇത് വരുത്തിയല്ലോ, മറ്റേ ദൈവം ഇത് വരുത്തിയല്ലോ, ഗണപതി ഇത് വരുത്തി, ശിവൻ ഇത് വരുത്തി, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ എന്ത് ചെയ്യണം? ഭഗവാനോട് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് പോകണം. അങ്ങനെയേ നമ്മുടെ കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് സ്ഥാനേ സ്ഥിത, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യൂ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞു പോയി, നമുക്കിവിടെ നടത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ.